അത് വേറെ ആരെങ്കിലും തന്നെ 140 എന്നാലും ഞാൻ എന്റെ പ്രവൃത്തികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കമ്പനിയിൽ കഴിഞ്ഞു. അല്ല അത് നമ്മുടെ മനസ്സിലോർക്കുന്ന ഞാൻ ITC കഴിഞ്ഞ ഉടനെ തന്നെ പിക്മെന്റ്സിന്റെ ലിറ്റർ എന്ന് പറഞ്ഞ കമ്പനി കണ്ണിക്കരയിൽ ജോലി ചെയ്ത് അവിടെ ഏറെക്കുറെ ഒരു 10-25 കൊല്ലത്തിലധികം അവിടെ വർക്ക് ചെയ്തു. എന്തല്ല 8 കൊല്ലം 85 കയറി 2010 വരെ 11 വരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അവസാനിച്ചിട്ടല്ല, അവിടെ ഞാൻ അവസാനിച്ചിട്ട് പോകുന്നു.
പാർട്ട്ണർഷിപ്പ് ഇല്ല. അതുണ്ട്. അത് പറയേ. അത് കാര്യമൊന്നുമില്ല. അത് ആ കാശ് നോക്കണം. പിന്നെ ഞാൻ സുദർശന ഭാഷ പോരാൻ വേണ്ടി പിന്നെ ഞാൻ ആംഗണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആംഗണ്ടിയൂർ ഭാര്യ കോഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. 3 മക്കളുണ്ട്. മൂത്ത മകള് DA കഴിഞ്ഞ് TTC കഴിഞ്ഞ് നിൽക്കണ്. കേട്ടറ്റിന് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേട്ടറ്റ് പാസ്സായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് കയറ്റാന്നുള്ളൊരു പരിശ്രമം നടത്താനുണ്ട്. അതോടൊപ്പം തന്നെ കല്യാണ ആലോചന നടക്കുന്നുണ്ട്. രണ്ടാമത്തെ മകള് കെമിക്കൽ എഞ്ചിനീയറിംഗ് കാഞ്ഞിരപ്പള്ളി മൂന്നാമത്തെ മോൻ മറ്റേ ഫിസിക്കൽ ട്രെയിൻ ഓടിച്ചിരുന്നു ഞാനാ. നേവിക്ക് കുറച്ച് ഹെലികോപ്റ്ററും പ്ലെയിനൊക്കെ ഉണ്ട്. അത് സർവീസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. അത് ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ട്രേഡ് വിട്ടിട്ടില്ല. പിന്നെ നിലത്തല്ല നിൽക്കണേ. ഇത് ജനറൽ ഇലക്ട്രിക്കലാണ്, മറ്റത് എയർ ഇലക്ട്രിക്കൽ. അതേ വ്യത്യാസം. അല്ല എയറില നിലത്തെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുള്ളൂ. എയർക്രാഫ്റ്റ് ഇറങ്ങുന്ന മാതിരി. അതെ. ആയാൽ പിന്നെ സ്ഥിരമായിട്ട് നിലത്തായി. അതെ. അതല്ല, പലരും ഇവിടെ വന്നിരിക്കുന്നത് ഡേവിസിന്റെ കെയറോപ്പിലാണ്. ഡേവിസ് കൂടുന്നതാണ് ഏറ്റവും ഓടും. അല്ല ഡേവിസിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് ഡേവിസിന് ഓർമ്മയുണ്ടാവും ഇല്ലേ? ഡേവിസും സാധനം തൊട്ടടുത്തായിരിക്കണേ. ഇപ്പൊ കുഞ്ഞിരി സാറ് നിങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോ വന്നു നീ എവിടെന്നാ പറഞ്ഞ. അപ്പൊ ഡേവിസ് കൊരട്ടി, നീയോ സാജൻ കൊരട്ടി. നിങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചാ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഓർമ്മയുണ്ടോ ഡേവിസ്? ഡേവിസിനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഇലപ്പൊതിയിൽ ചോറും ഓംലെറ്റുമായിട്ട് വരുന്ന ഒരാൾ. നമ്മൾ ഒരുമിച്ച് എന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ആ പള്ളിയുടെ മതിലുമെന്നുണ്ട്. കാരണം വീട്ടിൽ ബാക്കി കറികളാവാനുള്ള സമയം കിട്ടില്ല. വളരെ നേരത്തെ പോരുന്ന ആളാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് വെള്ളാനി, കാട്ടൂരടുത്ത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഇടയിൽ ആദ്യം കല്യാണം കഴിച്ച വ്യക്തി 90-ല് 24-ാം വയസ്സിൽ ഓഗസ്റ്റ്. എല്ലാരും സമ്മതിച്ചില്ലേ? നമ്മുടെ ഇടയില് ഏറ്റവും മൂത്ത ആള് ഇപ്പൊ സത്യം പറഞ്ഞ ഗോപനല്ല, ബാലേന്ദ്രനോട് പറയേണ്ടി വരും. കാരണം ഗോപൻ മുത്തച്ഛനായില്ല. ഹൗസ് വൈഫാ, വീട്ടമ്മയാണ്. പിന്നെ 2 ആൺകുട്ടികൾ. എനിക്ക് 2 ആൺകുട്ടികൾ. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത ആള് അയർലൻഡിലാണ്. കാരണം അവിടെ MBA പഠിക്കാൻ പോയി. ഇപ്പൊ ജോലി ആയിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഡിഗ്രി പഠിക്കാൻ ഞാൻ അവനെ ലണ്ടനിൽ വിട്ടതാണ്. അവനവിടെ പോയി പഠിക്കണം എന്ന് പറഞ്ഞ് അത് 2010 അവനവിടെ പോയി 2012 തിരിച്ചു പോകും. രണ്ടാമത്തെ ആള് M.Com കഴിഞ്ഞു. അപ്പൊ ഈ മെയിൽ കഴിഞ്ഞോളൂ. അവൻ ചെറിയ ബാൻഡൊക്കെ ഉണ്ട്, പാട്ടൊക്കെ പാടും, ഇംഗ്ലീഷ് പാട്ടുകൾ. എൻ്റെ വീട് ഊരകമാണ്, നിങ്ങൾക്കറിയാം. ഇരിഞ്ഞാലക്കുട ടു തൃശ്ശൂർ പോണ റൂട്ട്. നമ്പർ 1 പ്രൈസ് അമ്പലത്തിൻ്റെ കുറച്ച് നീങ്ങിയിട്ടുണ്ട്. ഈ പീറ്റർ സാറിന് എന്നോട് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാത്തിനും ഇലക്ട്രിസിറ്റി ബോർഡാണ്. ഞാൻ ജോയിൻ ചെയ്യുന്നത് മോണിറ്ററി അതായത് സാധാരണ ചേർത്ത് പിടിച്ചോ മൈക്ക്. ചേർപ്പിന് വീട് പെരുമ്പള്ളിശ്ശേരി തിരുവള്ളക്കാവ് അമ്പലത്തിന്റെ അടുത്താണ്. സാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ.
അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. പിന്നെ 2 മക്കളുണ്ട്. മോൻ ഇപ്പോൾ ബിടെക് കഴിഞ്ഞു. 1.5 വർഷമായിട്ട് TCS വർക്ക് ചെയ്യുന്നു. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ചേർവരായിരുന്നു പഠിച്ചത്. മോള് ബിടെക് പഠിക്കുന്നു. NSS പാലക്കാട്. പിന്നെ വൈഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ശ്രീരാമ പോളിടെക്നിക് പ്രയർ. പിന്നെ ഞാൻ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നു. 30 വർഷമായി ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട്. തൃശ്ശൂർ ഇപ്പോൾ ഉണ്ട്. ഇങ്ങനെ മാറി മാറി ഇപ്പോൾ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, പാലക്കാട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഓഫീസുണ്ട്. FM പിന്നെ ന്യൂസ് ചാനൽ അവിടെ ഉണ്ട്. പിന്നെ പ്രീ പ്രസ് അവിടെ ഉണ്ട് ഓഫീസ്. തലൂര് ഒല്ലൂരിൽ നിന്ന് കുറച്ച് നീങ്ങിട്ട് എനിക്ക് 2 ദിവസം തലൂര് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ആഴ്ചയിൽ. കോളേജ് ഹോസ്റ്റൽ എല്ലാവർക്കും കിട്ടില്ല. പെയിൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ കൂടെ നിന്ന് വന്നിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജോയി മഞ്ഞളി. ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ആ കാലത്ത് ഞാൻ നന്നേരം നാട്ടിലില്ല എനിക്ക് തോന്നുന്നു. ഗൾഫിൽ ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ സാധ്യൻ ഇലക്ട്രിസിറ്റി പൊടി വൈഫ് ഓസ്ട്രേലിയയിൽ കണ്ട് അങ്ങോട്ട് പോയിരുന്നു. പിന്നെ ബാബു നമ്മളൊരു പറഞ്ഞു. ബാബുവിനെ അതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. ഞാൻ 81 ശങ്കരയിൽ പ്രീതി പോയി. 83 ITC വന്നു. 85 കഴിഞ്ഞ് 86 ഞാൻ തൃശ്ശൂർ JDC ജൂനിയർ ഡിപ്ലോമ കോർപ്പറേഷൻ. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം മറ്റേ മധുര കോഴ്സിൽ ഒരു കൊല്ലം അപ്രന്റീസ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 90 ഞാൻ സർവീസ് ചെയ്യുന്നത്. ഡേവിസിന്റെ അപ്പനോ അതോ അമ്മയോ ആരോ ഒരാള് മധുര കോഴ്സിലുണ്ടായിരുന്നോ? എന്റെ ഫാമിലി, എന്റെ അപ്പൻ, എന്റെ അമ്മയുടെ അമ്മ, എന്റെ അമ്മയുടെ ആംഗ്ല, എന്റെ വല്യപ്പൻ, കംപ്ലീറ്റ് ഫാമിലി മധുര കോഴ്സിൽ ഡിപെൻഡ് ചെയ്തു. പക്ഷെ ആദ്യമൊക്കെ കുരുത്തം കൊണ്ട് അന്നൊരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അന്ന് മധുര കോഴ്സിലായിരിക്കും ഇപ്പൊ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. 90 കയറി പോയി. കഴിഞ്ഞ ഒക്ടോബറിൽ പെൻഷനായി. വൈഫ് ജീന മൂഴിക്കുളം UP സ്കൂൾ അധ്യാപികയാണ്. 2 മക്കള് പെൺകുട്ടികളാണ്. അവര് വീട് പുറത്ത് തന്നെയായിരുന്നു. അവര് നമ്മുടെ ജെറുസലം ധ്യാനകേന്ദ്രത്തിന് ഒരു ഒറ്റ മകളാണ്. അമ്മ 2 മാസം കൊണ്ട് ക്യാൻസറിൽ മരിച്ചുപോയി. അമ്മ കഴിഞ്ഞ മാസം മരിച്ചുപോയി. അപ്പൊ അതിന് വാടക കൊടുത്തേക്കാണ്. പിന്നെ മകള് ഫാമിലിക്ക് പഠിക്കുന്ന 6ാം വർഷമാണ്. പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇന്റേൺഷിപ്പാണ്. ഇളയവള് +1 പഠിക്കുന്നു. അന്ന് ഫേസ്ബുക്കിൽ വാട്സാപ്പിലേക്ക് കിട്ടുന്നത് എൻ്റെ ഒപ്പ് സഹിതം ഞാൻ ഒപ്പുണ്ട്. അതിൽ ആദ്യം ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അന്ന് കണ്ടു. അപ്പൊ അത് ഞങ്ങൾക്കൊരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. കാരണം അത് നമ്മൾ ചെയ്യണം. ഞങ്ങൾക്ക് സമ്മേനല്ല. ചോദ്യങ്ങൾ ഏത് വേണമെങ്കിലും മത്സരിക്കട്ട. ഒരു പരിധി വരെ ശരിയായിട്ട് മറ്റുള്ള കേസുകൾ സംഭവിക്കില്ല. മറ്റുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ പോക്സോ കേസിൽ നിന്ന് സംഭവിച്ചാൽ എനിക്ക് അനുഭവമുണ്ട്. സ്വന്തം പിതാവിനെ, അതായത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നമായിട്ട് മകളെ കൊണ്ട് പിതാവ് വന്ന് ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് പരാതി കൊടുത്ത ഒരു സംഭവം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ചാർജ് കൊടുക്കേണ്ട വന്നു നമുക്കറിയാം. 164 സ്റ്റേറ്റ്മെന്റ് അതിൽ പറഞ്ഞു. ഭാര്യ പറഞ്ഞു നമ്മളെല്ലാവരെയും കൊണ്ട് 164 ചെയ്യും. നമ്മളെ അവസാനത്തെ അവസ്ഥയിൽ അവരൊരു സഹായം ചോദിച്ചു വരാം. കാശ് ചോദിച്ചു വരാനല്ല, അവരൊരു ആൾക്ക് കുറെ കാശ് കൊടുത്തു. അത് ഒരു ഡേറ്റിന് എനിക്ക് കിട്ടി. അതുപോലെ അവനൊരാളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അവരൊരാളെ നിരന്തരം അല്ലെങ്കിൽ ഒരാളെ ശാരീരികമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കണേ, അവിടെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാശ് മേടിച്ച് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവന് കിട്ടുന്ന ആ നീതി അത് നഷ്ടപ്പെടാന്ന് പറഞ്ഞ വലിയ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് കാണിച്ചാൽ അതിന് സാമ്പത്തികമായിട്ട് മാത്രമല്ല.
കണ്ണുകൊളുത്തി ഓരോരുത്തർക്കും മാർക്കില്ലേ ഓരോരുത്തർക്കും മാർക്കില്ല താഴത്ത് മാർക്കുള്ള ആളാണ് എൻ്റെ വീട് വെണ്ണൂർ എന്ന് പറയും. വെണ്ണൂർ മാളയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ചാലക്കുടി അന്നങ്ങാടിക്ക് പോകും. എനിക്ക് 2 പിള്ളേര് ആൺകുട്ടികൾ. മൂത്താൾ 10ൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 5ൽ. പിന്നെ ഞാൻ ITC കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തോളം ഒറീസയിലായിരുന്നു തെർമൽ പവർ പ്ലാന്റിൽ വർക്ക് ചെയ്തു. പിന്നെ ബോംബെയിൽ പോയി. അത് കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിൽ ഒരു 7 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദുബായിൽ പോയി. ദുബായിലൊരു 8 വർഷത്തോളം വർക്ക് ചെയ്തു. തിരിച്ച് ഇവിടെ വന്ന് നമ്മുടെ ബൈക്കുമാരും സഞ്ചി നോക്കി പിടിച്ച് നടക്കാണ് നമ്മുടെ പണി. അത് അവനെ കൊണ്ട് പറയുന്നത് അത് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഡ്രോയിങ് റൂം ഉണ്ടല്ലോ അപ്പുറത്തെ, അവിടെ വെച്ചിട്ട് ഡ്രോയിങ്ങിന് കൊണ്ടുപോയിട്ട് ഞാനും പോളി നമ്മൾ വർത്താനം പറഞ്ഞു. അപ്പൊ വർത്താനം പറഞ്ഞ അവനോട് ഞങ്ങൾ രണ്ടുപേരും എത്തിച്ചെടുത്ത് അന്ന് രക്ഷയില്ല. കെട്ടിസാണ് മലമ്പുഴയ്ക്ക് പോയില്ലേ? ടൂറല്ല ആളെ പോയി കഴിഞ്ഞപ്പോ അവിടുന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മലയൊന്നു തുടുത്തേ തുടുത്തേ മലയൊന്നു തുടുത്തേ ചതിച്ചില്ലേ ചതിച്ചില്ലേ തകതകത ചതിച്ചില്ലേ നിരാളി ചതിച്ചില്ലേ ചതിച്ചില്ലേ തകതകത അതിനു കാക്കും മലയൊന്നു തുടുത്തേ 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 തകതകത മാനത്തുയർന്ന മലക്കോട്ടയല്ലേ തകർന്നേ തകതകത തകർന്നേ തകതകത തകർന്നിടത്തൊരു വരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകത പുകയുമില്ലേ തകതകത അതിനു കാത്തും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത അതിനു കാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തകതകത അങ്ങു കിഴക്കേ ചെന്താമരത്തണലി തെളിയിട്ടില്ല തറയില് പെട്ടുനോവിൻ തേനാറ്റുമഴ ഉരുകിയൊലിച്ചേ തകതകത ഉരുകിയൊലിച്ചേ വർത്തിയിലാണ് കോട്ടക്കാരിലെ വീട്ടിൽ വൈഫ് ബീന, മകള് ഡോക്ടർ സ്നേഹ, മാരീഡ്. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഒരു സ്ട്രെംജി എന്ന് പറഞ്ഞൊരു സോളാർ കമ്പനിയുടെ അറ്റൻഡന്റ് എഞ്ചിനീയർ. 87-ലാണ് 86 ലാസ്റ്റാണ് ഇന്ത്യൻ അലോമനി കൊണ്ടിൽ ട്രെയിനിങ് കിട്ടിയത്. അങ്ങനെ RISF പോയി 15 മാസം കിട്ടിയിരിക്കും മൊത്തം കിട്ടിയാൽ മതി. 90-ൽ ഞാൻ ഒരു പെയിന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ സെയിൽസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അതിൻ്റെ സീനിയർ എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജറും AGയുമായിട്ട് 20 വർഷം ആൾക്കാരും വർക്ക് ചെയ്തു. അതിനുശേഷം 2010-ൽ ഞാൻ അവിടെ റിസൈൻ പോകുന്നു. സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. തൃശ്ശൂർ ജില്ലയിലെ മീനു മിഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ 2021-ൽ എൻ്റെ മാതൃ കമ്പനിയായ ട്രൂക്കോഡിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തു. വീട്ടിൽ ഞാൻ ജോയിൻ ചെയ്തു. ഹാപ്പിയാണ്. എറണാകുളം തൃശ്ശൂർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പച്ച കശുവണ്ടി ഇപ്പോൾ പൊളിച്ച് പൈപ്പെടുത്തിയിരുന്നു. അത് ഇലക്ട്രിക്കൽ ഇപ്പം നമ്മളെ പിടിക്കുന്നുണ്ടോ? അച്ഛൻ്റെ പറമ്പിലൊരു സാധനം പഠിച്ചത് എന്തെന്ന് വെച്ചാൽ ആക്ഷന്റെ അണ്ടിയാണ് പഠിച്ചത്. ഞാൻ വിടൂല, ഒരാളെ ഞാൻ വിടൂല. ഇത് ഞാനൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. 10-20 കശുവണ്ടി പൊളിച്ച് അപ്പൊ അച്ഛൻ്റെ അണ്ടി പറിച്ചെങ്കിൽ ആരാണ് ഞാൻ വിടാറ്? ഞങ്ങൾക്ക് തമാശ കിട്ടുന്നത്. MBAയില് ഒരു സെക്രട്ടറി അതൊക്കെ ഇന്ന് കണ്ടാൽ നിന്റെ 100 രൂപ ഇത് ഒഴിവാക്കി, അത് 60 തന്നത് അത് ഒഴിവാക്കി.
അവന് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ 400 കൊടുക്കണം. പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പയ്യൊന്ന് ചിരിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു. പക്ഷെ അച്ഛന്റെ കശുവണ്ടി എന്ന് പറഞ്ഞിട്ടോ അച്ഛൻ പറഞ്ഞ അങ്ങനെയാണ്. അച്ഛനല്ലേ അതങ്ങനെ പറയാമോ? അതല്ലേ നല്ല അല്ലല്ല. അച്ഛൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഇവിടുത്തെ പ്രിൻസിപ്പാളായിരിക്കുമ്പോൾ അച്ഛൻ പ്രിൻസിപ്പാളായിട്ട് കുന്നംകുളത്ത് ചെന്ന കഥ അവിടെയാണ് തുടങ്ങിയത്. ബാലേന്ദ്രൻ ഞാൻ മിക്സ് കാണിച്ചപ്പോൾ അച്ഛൻ വന്ന് ബാലേന്ദ്രൻ പഠിച്ചു. ഇതിൽ പൊക്കമൊക്കെ കിട്ടില്ല ഈ ഇപ്പൊ എന്താ തിരിച്ചു വെച്ചോ. അപ്പൊ അച്ഛനെ അനുകരിച്ചതാണെന്ന് പറഞ്ഞു. അച്ഛൻ വരുന്നുണ്ട് അടിച്ചു ക്ഷയിക്കും. അതാ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഫൈനിട്ടോ ഈ 2 രൂപ ആരും കൊടുക്കാൻ തയ്യാറില്ല. എന്നെ പിടിച്ച് എന്നല്ല ബാലേന്ദ്രനെ പിടിച്ച് മണ്ണിൽ വന്നു. ബാലേന്ദ്രൻ എന്റെ നേരെ സ്റ്റാഫ് റൂമില് അല്ല നമ്മള് വിചാരിക്കാത്ത സ്ഥലത്ത് കൂടെ അച്ഛൻ വന്നത് വഴി ഞാൻ നോക്കി. ഞാൻ അല്ല നമ്മള് ഓരോരുത്തരുടെയും ഈ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് അവർ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ചിലത് അവരുടെ ഇന്നസെൻസ് അത് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലോറൻസ് എപ്പോഴും പറയാറില്ലേ, ലോറൻസ് നമ്മുടെ അന്ന് വളരെ അല്ല ഞാൻ ഇട്ടാ അത് ഒരിക്കലും കുടിക്കുന്നു. അല്ല അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് കയറുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിയോ? ഇത് 12:30 പറയണേ. അതാ എനിക്ക് തോന്നുന്നു എനിക്ക് രാത്രി അരങ്ങളല്ല ഞാൻ ഇട്ടാ അത് വലിയ സന്തോഷമുണ്ട്. ലോറൻസ് അതിൽ പോയ ടൂർ വളരെ കഷ്ടപ്പെട്ട് അത്രയും ഞാൻ കല്യാണം കഴിച്ചാണ് ഇരുന്നേരപ്പെടുന്നു. സ്ഥലം ടൗണിൽ തന്നെ ഡോൺ ബോസ്കോയുടെ തൊട്ടടുത്ത് തന്നെയാണ്. 1 വേ റോഡ് കയറുന്നവർക്ക് റൈറ്റ് സൈഡിലെ മാർക്കറ്റിലേക്ക് കയറുന്നവർക്ക് റൈറ്റ് സൈഡില് സെക്കൻഡ് ബസ് നിർത്തുന്നതിന് അത് ഈ വീട്ടിലാവില്ലേ അവിടെ അല്ല അത് സാറ് പറഞ്ഞു മനസ്സിലായിട്ടില്ല. അതവിടുന്ന് കുളിക്കാൻ ഇതിലൊരു തമാശ നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴേ 2 പേരെയാണ് നമ്മുടെ ഇതിലുള്ള ഒട്ടുമിക്കവരും, ഗോപനാവട്ടെ, ജയനാവട്ടെ, ജസ്റ്റിനാവട്ടെ, ഡേവിസൊക്കെ ആദ്യം വന്നിട്ട് അന്വേഷിച്ച 2 പേരുണ്ട്. അങ്ങനെ മിക്കവരും കൂടുതൽ അന്വേഷിച്ച 2 വ്യക്തികളായിരുന്നു. ആരെ 2 പേരായിരിക്കാം? ഒന്ന് ഇതും, ഒന്ന് ഡേവിസ് പോളും. കാരണം ഇവർ 2 പേരും കുഞ്ഞിതായിരുന്നു പറഞ്ഞ് എല്ലാവരും ഇവരെ കണ്ടുമുട്ടണവരെ കണ്ടതിന് ശേഷം കഴിഞ്ഞ അന്ന് അതിനുശേഷം പിന്നെ ആരും അന്വേഷിച്ചിട്ട്. കാരണം അവരുടെ മനസ്സിലുള്ള പിള്ളേരല്ല. ഒരു പാവം അല്ല സാറ് പറഞ്ഞാലും മാറ്റേ കുള്ളെന്നുള്ളത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പാവത്താൻ തന്നെ ഇപ്പോഴും ആള്. അല്ല അതല്ല
ജാൻസ് വീട്ടിലൊരു ആൺകുട്ടിയും ഈ പെങ്ങന്മാരാണ് ജാൻസിനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഇവരെ കൺട്രോൾ ചെയ്ത് വിടിയിക്കാൻ നോക്കി നടക്കായിരുന്നു ഞാനും പോകും. അതാണ് ഞങ്ങൾക്കത് ഇഷ്ടമല്ല. കാരണം ജാൻസ് ഫുള്ള് അവരുടെ കൺട്രോളിലാണ്. കാരണം ഇവിടെ ജാൻസ് ഇട്ടിട്ട് നോക്കി അവരാണ് അത് സത്യമില്ല. ജാൻസ് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാ തെളിമാനം പൂത്ത നിശേഷിനി മൈക്രോവേവ് പ്രോഡക്ട്സ് എന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് എഡ്ഡി സമരം വന്നപ്പോ എന്റെ അവിടുന്ന് ഇടയപ്പാളയത്തെ ഒരു ഷെഡ് ഉണ്ടാക്കി മാറ്റി കോയമ്പത്തൂർക്ക്. അവിടുന്നാണ് ഞാൻ വേണ്ടാച്ച് പോകുന്നത്. ഇടയപ്പാളയത്ത് നിന്ന് ഞാൻ ഈ ഫീൽഡ് അവസാനിപ്പിച്ച് ഡിഗ്രിക്ക് പോയി. അങ്ങനെ 3 വർഷത്തെ ഡിഗ്രിക്ക് ശേഷം ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി മാറുകയും ചെയ്തു. ഇതാണ് ഞാൻ കല്യാണം കഴിച്ചത് വടക്കഞ്ചേരി, പാലക്കാട് വടക്കഞ്ചേരി എന്നാണ് വൈഫ്. അവിടെയാണ് വീട്. ഒരു മകളാണ് എനിക്കുള്ളത്. അവളിപ്പോ MSc ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നു, സഹൃദയ കോളേജ് കൊടകര. ഷമി സാറിനെ ഇടയ്ക്ക് ട്രെയിനിൽ കാണാറുണ്ട്. സാറിനെ ഞാൻ ഒരിക്കൽ ഇരിക്കാതെ കൂടെ നമ്മുടെ KSEB വെച്ച് കണ്ടിരുന്നു. പിന്നെ സാറിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അപൂർവമായിട്ട് കാണാനുള്ള ചാൻസ് കിട്ടാറുണ്ട്. പിന്നെ എന്റെ ചേട്ടന്റെ ക്ലാസ്മേറ്റും കൂടിയാണ്. मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा। 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा। तुम रूठा ना करो मेरी जान निकल जाते हो, हंसते रहते हो तो एक दिखाते। तुम रूठा ना करो मेरी जान निकल जाते हो, हंसते रहते हो तो एक किस्मत जाते। मुझे जी और दिल पर, मुझे जी और दिल पर तेरा इंतजार था, तेरा इंतजार था, आज भी है और कल भी रहेगा। 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा। വന്നു ഗായകൻ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നാഷണൽ തെർമൽ പവർ സ്റ്റേഷനിൽ തെർമൽ പവർ കോർപ്പറേഷൻ അതിൽ കയറി. അത് കഴിഞ്ഞ് 91 ഈ ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ വേറൊരു കമ്പനി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് വേറൊരു കമ്പനിയായി അതിലേക്ക് മാറി. അന്ന് മുതൽ പവർ ഗ്രിഡിലാണ് ടെക്നീഷ്യനായിട്ട് കയറി.
അത് കഴിഞ്ഞ് 2001 ജെഇ വീണ്ടും 2012 എക്സിക്യൂട്ടീവായി, ഇപ്പൊ ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അത് അതിനിടയ്ക്ക് മാർഗത്തിൽ 10 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഡിപ്ലോമ ചെയ്യാൻ പറ്റി. അപ്പൊ MTIയിൽ പോയിട്ട് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ബേസിൽ ഇങ്ങനെ പ്രൊമോഷനായി. ഡെപ്യൂട്ടി മാനേജർ ഇനി 7 വർഷം കൂടി ഉണ്ട്. മാനേജർ എന്തായാലും ചീഫ് മാനേജർ ആവാൻ പറ്റിയ ഞാനിത് പറഞ്ഞു വെച്ചാലേ അധികാരമല്ല പറഞ്ഞ ബാക്കി നീ പറഞ്ഞ അവിടെ തുറന്നു. ഇനി നീ ഞാൻ മുഴുവൻ പറയണ്ട. ഞാനും ഡേവിസും ഏതാണ്ട് ഒരു സ്ഥലത്ത് എല്ലാവർക്കും അറിയാലോ. എന്റെ ഡേവിസിന്റെ വീട് അടുത്താണ്. അപ്പൊ ഞങ്ങള് തുടക്കം മുതൽ അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ ഞങ്ങൾ ഒരുമിച്ചാണ് SLCക്ക് ഒരു റൂമിൽ കിടന്ന് പഠിച്ചതൊക്കെ. അപ്പൊ അങ്ങനെ വന്നിട്ട് ഞാനൊരു അവനോടൊരു അനുഭവത്തോട് പറഞ്ഞിട്ട് നീ ആദ്യം കേട്ടോ അപ്പൊ ഞാൻ കേട്ടോളൂ. അവൻ പറഞ്ഞു നീ ആദ്യം കേട്ട് ഞാൻ കേട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വാശി പിടിച്ച് 2000 പേര് അങ്ങനെയാണ് പോയി. 2 പേർക്ക് 32 കഴിഞ്ഞു. അപ്പൊ ഞാൻ അവസാനം ഇവൻ ഇതിന്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട സൗകര്യം പോയി. അപ്പൊ ഞാൻ കെട്ടി 2000 ഞാൻ കെട്ടി. ഇവൻ 2002 കെട്ടി അല്ലേ. അപ്പൊ അങ്ങനെ കെട്ടിയപ്പോ അങ്ങനെ ഒരു ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് ബീന. ആള് മൂവാറ്റുപുഴ നേഴ്സാണ്. ജോലി ചെയ്യുന്നില്ല. മൂവാറ്റുപുഴ വീട്ടിൽ. അതിന്റെ 2 മക്കളുണ്ട്. മൂക്കാള് 12 പഠിക്കുന്നു, മരിയാന്ന് പേര്. രണ്ടാമത്തെ ആള് മകൻ 9 പഠിക്കുന്നു. അവൻ 2 പേരും എൻ്റെ കൂടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അവിടെയാണ്, ഹുബ്ലിയിലാണ്. കർണാടകയിൽ ഹുബ്ലി എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഹുബ്ലി എന്ന് പറഞ്ഞാൽ പോളിക്കും ജസ്റ്റിനൊക്കെ അറിയാം. ഈ ഗോവ, കർണാടക, മഹാരാഷ്ട്ര ആ കൂടിച്ചേർന്ന ആ ഏരിയ ആയിട്ട് വരും. അവിടെ ജോലി ചെയ്യുന്നത്. ഒരു പക്ഷേ ദൈവം അധികം വൈകാതെ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. കണ്ടക്ടർ എന്ന് പറഞ്ഞാല് ഡോസ് അടിക്കുന്ന ആളാണ്. ഇൻസുലേറ്റർ എല്ലാവർക്കും അറിയിച്ചു പോയി. മേലൂരിൽ നിന്നാണ് വൈഫിന് ആളൂര് 2 മക്കളാണ്. 2 ആമക്കള്. ഒരാള് ബിടെക്കിന് പഠിക്കുന്നത്, ഒരാള് പോളിടെക്നിക്കില് അമ്പലൂര് പോളിടെക്നിക്കിൽ പഠിക്കുന്നത്. ആ ഗ്രൂപ്പില് വരാം. ഞാനേ ഇതിന്റെ പ്രശ്നം ഒരു കണ്ടിന്യൂറ്റി കിട്ടണം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വർത്തമാന സാധനങ്ങൾ എവിടെ വേണമെങ്കിലും കയറാം. ഈ വണ്ടിയിൽ ഓപ്പണാ. എവിടെ എവിടെന്ന് വേണമെങ്കിലും കയറി നാല് ചെറിയ പറയാം. പോകുമ്പോഴൊക്കെ പരിചയമുണ്ട്. കുറച്ചുപേരെ സുനില്, ലോറൻസ്, അവരെ ചുരുക്കത്തിനെ മാത്രമാണ് നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും ക്ലാരിറ്റി ഉണ്ട്. ഭാഷയിലൊക്കെ നല്ല ക്ലാരിറ്റി. പിന്നെ ചാലപ്പിടിക്കാരെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലേക്ക് പോയിട്ടില്ല. എപ്പോഴും എത്താറുണ്ട് മനസ്സിലേക്ക്. ആ പുള്ളിയിലൊക്കെ നല്ല ക്ലാരിറ്റിയാ. ഒന്നും അറിയില്ല. ഒരു ദിവസം ഞാൻ കൊടാന നിൽക്കുമ്പോഴാണ് 2 പേരൊക്കെ വിളിക്കുന്നത്. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോകാത്ത ആളാണ്. വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതായത് നമ്മുടെ വീട്ടിലോട്ട് ഭയങ്കര റിമോട്ടാണ്. അല്ല ഞാനല്ല പോകുന്നുണ്ടാക്കിയത്. ഇവിടുത്തെ ITC കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ITC വന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ നമ്മള് അല്ലല്ല ഞാൻ പനമ്പള്ളി കോളേജിലായിരുന്നു. ആകെ ഒരു വിഷയം മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ മലയാളം. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഒരു വിഷയം മാത്രം കിട്ടും. അങ്ങനെ ITC ചേർന്നു. ITC ചേർന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് നമുക്ക് വലിയ രൂപമൊന്നും ഉണ്ടായില്ല. വീണ്ടും നമ്മുടെ തോറ്റ ഡിഗ്രിക്ക് പോയി. അങ്ങനെ ആ പേപ്പറൊക്കെ എഴുതിയിട്ട് പിന്നെ ഡിഗ്രി എടുത്തു. അതിൻ്റെ ഇടയിൽ PSC എഴുതിയിട്ട് 97 ഞാൻ സർവീസിൽ കയറുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, അത് അങ്ങനെയല്ല. അത് സാധ്യം പറഞ്ഞു അതൊന്നല്ല. 2022 മെയ്യില് ഞാൻ റിട്ടയർ ചെയ്തു. അല്ല 21 മെയ്യില് സോറി തൃശ്ശൂര് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് THS റിട്ടയർ ചെയ്തു. അതിനിടയിൽ പാർട്ട് ടൈം ഡിപ്ലോമ എടുത്തു, റിട്ടയർ ചെയ്തു. 21. അപ്പൊ അങ്ങനെയാണ് എന്റെ ജീവിതം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പെൻഷനൊക്കെ കിട്ടി തുടങ്ങിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിവിടെ കണ്ടുമുട്ടാനായിട്ട് ഇടവന്നത് ഇതിന്റെ സംഘാടകർ എന്ന് പറഞ്ഞാൽ ജയനും അങ്ങനെ വ്യക്തികളാണ്. ഇത് ഭയങ്കര സന്തോഷമുള്ള കാരണം. അതിനുശേഷം ജയനും പ്രസിഡന്റ് ഒരു ദിവസം വീട് അവിടെ എൻ്റെ വീട്ടിൽ വന്നു. അപ്പൊ അതങ്ങൾ എൻ്റെ മനസ്സിലാലോചിച്ചൊരു സംഗതിയാണ് UK മഞ്ഞളി ഘടകം.
ഞാൻ എപ്പോഴും ഞാൻ മുന്നിൽ പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പം എൻ്റെ പേര് കോട്ടയനാണ്, ജോസഫിനാണ് പേര്. എനിക്ക് 2 മക്കളുണ്ട്. ഞാനൊരു മില്ല് നടത്തുന്നുണ്ട്. മില്ലെന്ന് പറഞ്ഞാൽ ഫ്ലവർ മില്ലാണ്. അതിലെല്ലാ പരിപാടി കോട്ട ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം എനിക്ക് 2 മക്കളുണ്ട്. വൈഫ്, ഞാനും വൈഫും കൂടി ഞങ്ങൾ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ IT കഴിഞ്ഞപ്പോൾ വാട്ടർമോട്ടിൽ പോയി. അത് എംപ്ലോയ്മെന്റ് പോയി. ഞാനെനിക്ക് ചാലപ്പുള്ളിയായിരുന്നു. ചാലപ്പുള്ളി അവിടെ മൊത്തം ലോക്കലൊക്കെ ഒരാഴ്ച എന്താ ഇത് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മളൊരു ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു റിലേഷനൊക്കെ പാർട്ടിയാണ്. അപ്പോൾ ആള് പറഞ്ഞത് വയനാട്ടിൽ ഒരു കുറ്റിയാടി ഓഗ്മെന്റേഷൻ സ്കീം എന്നുള്ള പരിപാടി, അവിടെ ഒരു സമരത്തിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ എന്നെ അങ്ങോട്ട് കൊണ്ടു. അവിടെ കൊണ്ട് ഞാൻ ജനറേറ്റർ ഓപ്പറേറ്ററായിട്ട് ഒരു 3-4 കൊല്ലം ജോലി ചെയ്തു. അതിനുശേഷം പോകുന്നത് ഗൾഫിൽ പോയി. അവിടെ നിന്ന് പച്ച പിടിച്ചില്ല 3-4 വർഷം കഴിഞ്ഞ് തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ബസ് ഫീൽഡ് തുടങ്ങി. അതിനുശേഷം ചാലക്കുടിയിൽ നിന്ന് കൊച്ചിച്ചിറ, കൊണ്ടൂര്, ചാലക്കുടി, തിരുച്ചിപ്പുറം, ചാലക്കുടി, വെള്ളിക്കുളങ്ങര 2-3 ബസ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എന്തോ ഒരു ദൈവ നിയോഗത്താൽ ഇത് പറയാലോ 2016 എൻ്റെ വണ്ടി സർവീസൊക്കെ ഞാൻ എത്തി. അപ്പം അതിനു മുന്നേ ഞാൻ എൻ്റെ മനസ്സിലൊരു ആലോചന, എനിക്കൊരു മില്ലെന്നുള്ളൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ 1 വർഷത്തിനുള്ളിൽ നമുക്കൊരു മില്ല് തുടങ്ങാൻ പറ്റി. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവിടെ പൊടികളും എല്ലാ വെളിച്ചെണ്ണ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. മൂത്തോട് ചോദിച്ചു +2 കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കാനഡയ്ക്ക് കുറേ അവസരങ്ങളുണ്ട്, നിങ്ങൾക്കാണ് പോകാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ അവിടെ പോകാൻ പോകും. അവൻ 5 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകും. ഇപ്പോൾ വീട്ടിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ പോകുന്നു. ഇപ്പം CAക്ക് പോകുന്നുണ്ട്. അവന് താല്പര്യം CA എന്ന് പറഞ്ഞിട്ട്. ഇപ്പം രണ്ടാമത്തെ ആള് അവന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു, ഡിഗ്രിയിലായിരുന്നു. അച്ഛനാവും പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പോകാൻ പറഞ്ഞു. എനിക്ക് CAക്ക് പോകണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അവന് +2 കഴിഞ്ഞിട്ട് ബയോളജി എടുത്ത ആൾ ഫൗണ്ടേഷനിൽ പോയി. അപ്പോൾ ഫൗണ്ടേഷൻ പാസ്സായി. അതിനുശേഷം അടുത്ത ഇന്റർവ്യൂ CAയുടെ അടുത്ത് ഇന്റർവ്യൂ ഫസ്റ്റ് പ്രാവശ്യം പാസ്സായി. പാസ്സായി. അവൻ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് നടത്തി. അതിന് പോയിട്ട് വേണമെങ്കിൽ ഫൈനൽ എഴുതാനായിട്ട് ഫൈനൽ പോയിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം അതായത് 100% ശുദ്ധമായിട്ട് തലയിൽ തേക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. 100%. അപ്പൊ എല്ലാവരും ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷം. എനിക്ക് പലരും മനസ്സിലായിട്ടുണ്ടായില്ല. എന്നിരുന്നാലും ഇതൊക്കെ ഏകദേശം രൂപങ്ങളൊക്കെ ഇവിടെ വരാൻ പറ്റിയാൽ എനിക്ക് വളരെ എല്ലാവരോടും വളരെ നന്ദി. കാരണം കരളിലെഴുവീണങ്ങൾ ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. ഒരു കൊച്ചു സുഖദുഃഖ മഞ്ചാടി മണികൾ ചേർത്തു വെച്ചു പല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, പിരിയുന്നു യാത്ര പറയുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞതേന്തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും സൗഗന്ധകവും മൗനപാത്രങ്ങളിൽ കാത്തു നിറച്ച മാധുര്യവും മാറാപ്പിലുണ്ടെന്റെ മാറാപ്പിലുള്ളതും പേറി ഞാൻ യാത്ര തുടരുന്നു. മുറതെറ്റിയെത്തുന്നു ശിശിരം, വിറകൊള്ളു നഗ്ന ശിഖരം. ഒരു നെരിപ്പോടിന്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന കനലുകൾ കെടുന്നു. ഒടുവിലൻ പാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദന തുണ്ടു വിറകും അന്ത്യമായി കഞ്ചിന്നും അഗ്നിക്കു നൽകി ഞാൻ ഒന്നതിൻ ചൂടേറ്റുവാങ്ങി. പാടും നീന്തൊരു യാത്രയിൽ തളരുമൻ പാതയുമാകും ഒരു ഗാനം. ഒരു കപട ഭിക്ഷുവായൻ ജീവനെ കവർന്ന് പറന്നു പോകുവാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ. അതിനു മുമ്പൊന്നു ഞാൻ പാടട്ടെ, അതിനിടയിൽ ഞാൻ വീണുകറങ്ങട്ടെ. എല്ലാരും മനസ്സിലാക്കി. ഞാൻ ജസ്റ്റിൻ, അരിപ്പാലം സ്ഥലം. ഞാനും ബാലേന്ദ്രന്റെ കൂടെ നമ്മുടെ 85 നമ്മൾ കഴിഞ്ഞു. 86
എവിടെ ചന്ദ്രൻ? ആ ചന്ദ്രൻ എന്നെ പറഞ്ഞ് ഇവിടേക്ക് വിട്ടു വിശാഖപട്ടണത്തേക്ക്. അങ്ങനെ ജോലിയെ കിട്ടിയ അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷനെ ഇതെന്തുട്ടാ കാണിക്കുന്നതെന്നുള്ള വീട്. അപ്പൊ ഗവൺമെന്റ് ജോലിയിൽ അപ്പോൾ എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റണില്ല. ITC പിക്നിക്ക് പോയിട്ട് അത് ഇതിൽ ആദ്യത്തെ ഓർമ്മ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണം കേട്ടോ, അത് സുനിലിന്റെ അറിവ് കുറവുകൊണ്ടാണ്. കാരണം സുനിലിനെ എന്നെ പോലെ മദ്യപിക്കുന്ന ആളല്ല. അല്ല അതിലെനിക്ക് വിഷമമില്ല. അല്ലേ നമ്മളെ ഇല്ല ഡിഗ്രി ഒന്നല്ല, ഡിഗ്രി അല്ല, അതിപ്പോ ബസ് ഭയങ്കര ചൊറക്കുള്ള ആളാണ്. അപ്പൊ അപ്പൊ ഈ ചൊറക്കിനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വിധത്തിലും പറ്റിക്കൊണ്ടിരിക്കുന്ന അതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കള്ള് ഷാപ്പിൽ കയറി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കള്ള് ഞാൻ കഴിച്ചു. അല്ല എങ്ങനെങ്കിലും അല്ല ഇതിന്റെ റെമഡി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. കാരണം എന്തായാലും എനിക്ക് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യണം, അതാണ് എന്നിട്ടും ഇതിന്റെ ഇതിൽ കിടന്നിട്ട് നമ്മൾ വീണ്ടും എണീറ്റ് വരും. അങ്ങനെ ഒരു ഇതായിരുന്നു. കള്ളും കഴിച്ചു, അല്ലാണ്ടും ഛർദ്ദിച്ചു. അപ്പൊ നമ്മള് കള്ളും കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മൈസൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാനും ഗോപനും ഒക്കെ കൂടെ ഇത് അപ്പോഴാണ് ഈ ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞപ്പോ ഇത് ഓർമ്മ വന്നേ. അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്നിട്ട് ഒരു പൈന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ആദ്യമൊന്നും മനസ്സിലായില്ല. അല്ല അത് മേലെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നു. അല്ല ഇവിടെയല്ല അപ്പൊ അവിടെ ചെന്ന് നിന്നിട്ട് ഇവിടെ ഈ സാധനം കിട്ടും. ഇല്ലില്ല മേലെ. അപ്പൊ അതിന്റെ മേലേക്ക് പോയി. അങ്ങനെ ഏറ്റവും അതിന്റെ ടോപ്പ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരൊരു ഫൈറ്റ് തന്നത്. അപ്പൊ ഞാനും ഗോപകുമാറും ഇപ്പൊ ബാസ്റ്റിനും ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ജോർജ് കുട്ടി. അപ്പൊ ഞങ്ങള് 4 പേരും കൂടെ അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല അത് ആ പൈന്റ് ഞങ്ങള് 4 കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങള് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഇത് വന്നു കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ ബസ് എവിടെ കിടക്കണേന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഗോപം പറഞ്ഞു എന്നാ ഇവിടെ ആയിരിക്കും. അതപ്പൊ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഡേവീസും പിന്നെ ഡേവിസ് ബോൾ അതൊരു അവിടുന്ന് കുറച്ച് പേരും വരും. നിങ്ങൾ ഇനി അങ്ങോട്ടാ പോണേ, അങ്ങോട്ട് ചെല്ലാനേ പറഞ്ഞേക്കട്ടെ. ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് ഞങ്ങള് വണ്ടിയിൽ കയറി. ഞാൻ ഈ ജോലി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഞാൻ ജോലിയും കയറി. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് അത് വളരെ ഇതായിട്ടൊക്കെ കുറച്ച് ഹാർഡായിട്ടാണ് ചെയ്തത്. നമുക്ക് ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരൻ അങ്ങനെ ആവുമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കല്യാണം 93 കല്യാണം കഴിക്കുന്ന കല്ലേറ്റുങ്ങരയെന്നാണ്. കല്ലേറ്റുങ്ങര നരേപ്പറമ്പൻ കൊച്ചുവാറു എന്ന് പറഞ്ഞ ആളുടെ മകൾ ഡാനി എന്നാണ് പേര്. ഞാൻ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. അവിടെ ITC നമ്മൾ പഠിക്കുന്ന സമയത്തും ഞാൻ അതായത് ചില കൂട്ടുകാരും ഉണ്ടാവും. പക്ഷെ മിസാറിൽ മിസാറായാലും ജയനായും ജോസനും ഡേക്സ്പോറും ബാബുവായാലും അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതിന്റെ ഞാൻ സത്യത്തിൽ കേൾക്കണ്ട ജയൻ അന്ന് ചൂടുന്നത് നമുക്ക് പാപ്പത് അവർക്ക് അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ വിളിക്കണം. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ പാപ്പതായി ബോയ്സോന്ന് പറഞ്ഞ ഒപ്പറയാണ് ശാരീരത്തിന്റെ അങ്ങോട്ടെത്താണ് ഞാൻ പട്ടിണി എല്ലാം ഉണ്ടായി കേൾക്കണ്ട. അപ്പൊ ഗ്രാജുവേറ്റിന്റെ വോയിസ് റൂമിൽ അതാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ പറയാൻ പാടുള്ളൂ. അപ്പൊ ഒരു പറയുന്നത് എന്റെ നമ്മുടെ കളഞ്ഞാൽ ജോസ് കളഞ്ഞിൽ പെട്ടത് പഞ്ചായത്ത് പുറത്തുണ്ടായിരുന്നു കളത്തിക്കൽ അതല്ല അത് നോക്കില്ല. അപ്പോ ഷമി സാറെ എനിക്കറിയാം എല്ലാവരും ഡേക്കോടും ജോസാനും ബാബുവായും ജേക്കബാനും ജയനാലും അല്ല എന്റെ മക്കൾ ഞാൻ പറ്റൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജീവിതത്തിന്റെ വലിയ നന്മകളിൽ നിങ്ങൾ അതിൽ പഠിക്കുക. ഞാൻ നല്ലോണം പഠിക്കുന്ന ആളാണ്. ഷമിത ഒരു പൂർണ്ണമാരോട് ക്ഷമ. അപ്പോൾ എന്നെ സ്നേഹിച്ച ബാബുക്കെ വിളിച്ച് ജയക്ക് വിളിക്കും. എന്റെ ആരോഗ്യം നോക്കുന്ന എന്റെ ഭാര്യ, എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത്
അതായത് എനിക്ക് പോലും അല്ല എനിക്ക് എന്റെ ജീവിതത്തിനെ കുറിച്ച് എന്റെ ജീവിതത്തിനെ കുറിച്ചും എന്റെ ഹൃദയത്തെ കുറിച്ചും റെസ്പോൺസ് ഇല്ല. ഐ നെവർ 83-85 ശേഷം ഞാൻ തോറ്റു. തിയറിയില്ല. തിയറിയിലെ തെറി എവിഡൻസ് ആയിട്ടുള്ള അത് മേരി കുട്ടി വളരെ നല്ല പെരുമാറ്റം അതർത്ഥമുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന പെരുമാറ്റം അത് പഞ്ചായത്ത് കണ്ടിരുന്നും തോറ്റു. അച്ഛൻ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വളർന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, അതും കൂടി പറയാം. എന്റെ പേഴ്സൊക്കെ വിചാരിച്ചു. കാരണം എല്ലാവരും കേട്ടു, ഞാനും കേട്ടു. എനിക്കൊന്നുമില്ല. വലിയ സന്തോഷം എല്ലാവരും ക്ഷമിക്കാനും അപ്പൊ എന്താ പറയാ, എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത ആളാണ്. ഇത് ഈ വലിയ നന്മ, വലിയ സ്നേഹം, വലിയ ടൈം പക്ഷെ ഐ വിൽ അപ്രീഷിയേറ്റ്. ഇത് എന്താ പറയും, ഐ വിൽ റെസ്പെക്ട്, ഐ വിൽ നമുക്ക് 85 ശേഷം അത് വിടാൻ പറ്റില്ല. ഗോതമ്പിലെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ മോചിതനായി. ഇന്നും എന്റെ പേര് ഞാൻ വലിയ ആളാണ്, ഒന്നും ദാരിദ്ര്യം. പക്ഷെ എന്റെ നന്മയാണ് ഓരോ ദിവസം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം അച്ഛന്മാരെ ഗ്രാമം പറഞ്ഞപ്പെട്ട് അക്കരെ പിന്നെ ഇപ്പൊ പെരുന്നാൾ ഞാൻ ഓർക്കുന്നു, ടീച്ചറിനെ ഓർക്കുന്നു, ടീച്ചറെ ഓർക്കുന്നു, ഫിനിഷിനെ ഓർക്കുന്നു, അഗ്രാറിനെ ഓർക്കുന്നു, ജോൺ താത്താപ്പിളി ഓർക്കുന്നു. ഞാൻ മാളയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ITC കഴിഞ്ഞതിന് ശേഷം ഞാൻ വാട്ടർ അതോറിറ്റിയിലായിരുന്നു 2 വർഷം. അതിനുശേഷം നേരെ സൗദിയിൽ പോയി. ഒരു 5 വർഷത്തോളം ഉണ്ടായിരുന്നു സൗദിയിൽ. അവിടെ നിന്ന് വന്ന് എനിക്ക് ഈസ്റ്റ് ആഫ്രിക്കയിൽ ഒരു ചാൻസ് കിട്ടി. ഈസ്റ്റ് ആഫ്രിക്കയിൽ 2 വർഷം EGMIന്റെ നാട്ടിൽ വർക്ക് ചെയ്യാനുള്ളൊരു സൗഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം നേരെ അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രോസൻസാരം തിരിച്ചു ദുബായിലെത്തി. ദുബായിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ നിന്നും കഴിഞ്ഞാൽ വീണ്ടും ബഹറിൽ തിയറി, അവിടെ ഒരു 5 വർഷം ജോലി ചെയ്തു. അതിനുശേഷം വൈഫിന് സുഖമില്ലാണ്ടായി, ക്യാൻസർ ആയിരുന്നു പുള്ളിക്കാരത്തിക്ക്. അങ്ങനെ 2012 വൈഫ് മരിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു. ശേഷം ഞാനൊരു വേറൊരു വിവാഹം കഴിച്ചു. 2014 ഞാൻ വൈഫ് കളക്ടറിൽ നിന്നാണ് മുരിപ്പൂര്, നമ്മുടെ ബാബുവർഗീസിന്റെ വീടിൻ്റെ അടുത്തുനിന്നാണ്. അവർക്ക് 2 കുട്ടികളുണ്ടായി. ഒരാൾ BCA കഴിഞ്ഞപ്പോൾ GCSയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുന്നു. എനിക്കൊരാളുണ്ട് മൂത്തമാൻ. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആളിപ്പോൾ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി സ്വന്തമായിട്ട് മാളിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഞാനും വർക്കിന് പോകുന്നുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിൽ കോൺട്രാക്ട് വർക്കുകളെടുത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു. തന്നെ പോകുന്നു. തോന്നുന്നില്ല. ഇത്രയൊക്കെയുള്ള എന്നെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനായി സംഘടിപ്പിക്കാൻ ശ്രമിച്ച് ചെയ്യേണ്ടതിനും സുനിലിനും മറ്റുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ പേര് ശ്രീനിവാസിന് ഒരു മകളാണ്. മകളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ശ്രീനിവാസിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ ഒരു അവസരം കിട്ടിയത്. ശ്രീനിവാസിന്റെ വൈഫ് എലൈറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം തൃശ്ശൂര്. അപ്പോൾ ശ്രീനിവാസൻ നമ്മുടെ പുല്ലൂരിൽ നിന്ന് താമസം മാറ്റി വലർകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുരിയച്ചിറ അടുത്ത്
തൃശ്ശൂർ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഏറ്റവും അടുത്ത് താമസമുള്ള ഒരാള് ശ്രീനിവാസനാണ്. രണ്ട് ചേട്ടന്മാരും നല്ല വലിയ കൂട്ടുകാരന്മാരാണ്. അപ്പൊ എനിക്ക് ഞാൻ ITC പോകുന്നതിന് ശേഷം ഒരു വർഷത്തോളം ബോംബെയിലുണ്ടായിരുന്നു. പിന്നെ ഒരു 14 വർഷം സൗദിയിലാണ്. പിന്നെ അവിടെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഇരിങ്ങാലക്കുട KLF കയറിയത്. 2 മക്കളുണ്ട്. ആദ്യത്തെ ആണ് അവൻ ബിടെക് കഴിഞ്ഞ് നിൽക്കണം. രണ്ടാമത്തെ പെൺകുട്ടിയാണ്. അവള് BSc നഴ്സിംഗ് 2ാം സെക്കൻഡ് ഇയർ. എവിടെ പഠിക്കുന്നത്? ബാംഗ്ലൂർ. അത് ശംസീർ. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല. കാരണം തിരക്കാണ്, എല്ലാവർക്കും പറയാനുണ്ട്. സൗദിയിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ തിരിച്ചു പോകുന്നത് മതിയായിട്ടല്ല, അവിടുത്തെ ഗുണം കൊണ്ട് തിരിച്ചു പോകുന്നത്. അതെ, ആ ചിലവർക്ക് വിജയിച്ചിട്ട് നമുക്ക് പറ്റില്ല. ഇരിങ്ങാലക്കുട മൂത്തോളുടെ കല്യാണം കഴിഞ്ഞു. മൂത്തോളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തോളം ഡിഗ്രി കഴിഞ്ഞു. മൂന്നാമത്തോളം ITC കഴിഞ്ഞിട്ട് 90 ഗൾഫിൽ പോയി. സൗദി 96 97 ബാറിൽ കയറി 15 വർഷം ബാറിൽ 12 പുറത്തിറങ്ങും. പിന്നെ വർക്ക് ചെയ്തു. ഇപ്പൊ ഒരു വർഷമായിട്ട് ഇപ്പൊ ഡയറക്റ്റ് ജോലിയല്ല, കോൺട്രാക്ട്. ഈ മീറ്റിംഗ് ഒക്കെ നടത്തി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട്. ഒരാളെയും 83, 85 അല്ല. ദ ഗ്രേറ്റ് മെമ്മറി ഓഫ് ഇൻ മൈ മൈൻഡ്. എന്നോ കാരണം പട്ടത്ത് സ്കൂളിൽ 210 മാർക്ക് മേടിച്ച് ജയിച്ച ആളുകളാണ്. കോയന്തില് സെന്റ് ജോസഫ് ബോയ്സ് ഹോമില് അനാശാസില്ല, അനാശാസികളാണ്. ഫാദർ ജോൺ മക്കരകാരൻ, ക്ലാസിന്റെ ജോൺ തൊട്ടാപ്പി,
ഗോവൻ നമ്മളെ പിടിച്ചു വിട്ടു. രാജൻ ചിന്നിങ്ങത്തെ എല്ലാവരും നമ്മുടെ ഓർമ്മയിൽ വരുമ്പോൾ എനിക്ക് 85 ഞാൻ പറഞ്ഞു പോകുന്നു. ഞാൻ നോക്കില്ല, കണ്ടെത്തിയ ശ്രീനിവാസൻ മുതൽ എല്ലാവരും ബാബു ഇതെന്താ പറയുക, എനിക്ക് ദേഷ്യം പറയാൻ ഏറ്റവും കാരണം ആക്ച്വലി എക്സ്പ്ലനേഷൻ 17 വയസ്സിലാണ് പാട്ട് പാടണ്ട. പാട്ടോട്ടോ ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തി സന്ധ്യയ്ക്കുക ചന്ദ്രിക മെഴുകിയ മൈറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്കുക നാമജപം ഹരിനാമജപം അച്യുതം കേശവം രാമനാരായണം വാസുദേവം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ചന്ദ്രനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം മുറ്റത്ത് കിണറ്റിൽ കുളിർ വെള്ളത്തൊട് മുത്തും കാലികൾ കുടമണിയാട്ടുന്ന തൊഴുത്തിൽ കാലം പണി ചെയ്യണം സൗന്ദര്യമേ കൂരവെയ്യുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം സൗന്ദര്യമേ കൂരവെയ്യുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ച വെച്ചു നടക്കേണം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം വദേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം വദേ മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മയിൽപ്പീലിമാരായി വളരേണം മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മയിൽപ്പീലിമാരായി വളരേണം അവരുടെ സ്വയംവര പന്തലൊരുക്കാൻ തലയും കമലയും പോരേണം വരദാന പൂക്കളമെഴുതു നീ വീട്ടിൽ വസന്തങ്ങൾ കാലമേറ്റി നിൽക്കേണം വരദാന പൂക്കളമെഴുതു നീ വീട്ടിൽ വസന്തങ്ങൾ കാലമേറ്റി നിൽക്കേണം അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം വദേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം വദേ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം ഹരിനാമജപം
അത് കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം നിങ്ങളൊക്കെ പലരും പോയ ഫീൽഡ് തന്നെ ചുമര് കുത്തി പൊളിക്കാനും കക്കാനുള്ള വയറ് ഞാൻ 10ാം ക്ലാസ്സിൽ എൻ്റെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് 10 ആളായിരുന്നു. നിന്നോട് ഇപ്പൊ പറയണതാണ്, നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വഴിയുണ്ട്. പക്ഷെ ഞാൻ ഡിഗ്രി പാസ്സായി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതന്നെ അതിനെ അങ്ങനെ എനിക്ക് നോർമൽ കിട്ടി. അഡ്മിഷൻ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ ഫസ്റ്റ് വർഷം സിവിൽ എഴുതി ചെന്നപ്പോ ഇന്റർവ്യൂ അപ്പൊ ഇന്റർവ്യൂ എഴുതിയപ്പോഴോ ഞാൻ പറഞ്ഞേ ഞാൻ കഴിഞ്ഞോടെ അപ്പോഴേക്ക് തന്നില്ല മാർക്കല്ലേ, നിങ്ങൾ മാർക്കുള്ളവരൊക്കെ വേണം, ഞങ്ങളെല്ലാം കൂടെ ആൾക്കാർ കണക്കുണ്ട്, അതുകൊണ്ട് മാർക്ക് തന്നില്ല. എന്തായാലും മേടിച്ചിട്ട് അതിനുശേഷം ഞാൻ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം. ഞാൻ കാൽക്കുലേഷൻ പഠിപ്പിച്ചു. ജോർജ് പോയപ്പോ നിങ്ങളെ തന്നെ അല്ലേ, ജോർജ് സാറ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരികെ പഠിപ്പിക്കാനും എനിക്ക് അവസരം കിട്ടി. എന്തായാലും അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സാം എഴുതി. അതിനിടയ്ക്ക് മലമ്പുഴ ഒരു തസ്തിക, അത് ഞാൻ ഇപ്പോഴും നിങ്ങൾ ധരിച്ചത് ഞാൻ വല്ല PSC പരീക്ഷ എഴുതി അതല്ല. നമ്മൾ 84 ഡിസംബർ 7-ാം തീയതി അവിടെ പോയി ജോയിൻ ചെയ്തു. നിങ്ങളെ വിട്ടു പോയി ഞാൻ അന്ന് അവിടെ ജോയിൻ ചെയ്ത് നമ്മൾ 5 വർഷം 2 കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് പ്രൊമോഷനായി ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടി. അതില് എൻ്റെ റാങ്ക് ലിസ്റ്റില് 57ാമത്തെ റാങ്കായിരുന്നു സ്റ്റേറ്റിൽ. അപ്പോൾ നമ്മൾ ഞാനിതിന് ഒരു വിഭാഗം പറയില്ല, നമ്മൾ കേരളത്തിൽ നടമാടുന്ന നല്ലുള്ള ഒരു സിസ്റ്റം പ്രകാരം 57,114 ആളായിട്ടേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മുടെ ബാലേന്ദ്രന്റെ അമ്മ സൂപ്രണ്ടിന്റെ അടുത്ത് പോയി നമ്മള് ജോയിൻ റിപ്പോർട്ട് എഴുതി ജോയിൻ ചെയ്തു. 89 നവംബർ 29-ാം തീയതി. അങ്ങനെ ഞാൻ 11 കൊല്ലം 10 കൊല്ലത്തോളം 2000 ജൂൺ മാസം വരെ സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ചരക്കില് ഇരിങ്ങാലക്കുട നമ്പർ 1 വെള്ളാങ്കല്ലൂര് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ട്രാൻസ്ഫറായി വടക്കാഞ്ചേരി പോയി വർക്ക് ചെയ്തു. വടക്കാഞ്ചേരി തൃശ്ശൂർ വടക്കാഞ്ചേരി 5 വർഷം അവിടെ വർക്ക് ചെയ്തു. അവിടെ വെച്ച് പ്രൊമോഷനായി ആയിട്ട് കാസർഗോഡ് 7 മാസം വർക്ക് ചെയ്തു. അവിടുന്ന് 7 മാസം കഴിഞ്ഞ് തിരിച്ച് ഇരിങ്ങാലക്കുടയില് കരുവന്നൂര് വന്ന് 1.5 കൊല്ലം 7 വർക്ക് ചെയ്തു. എന്റെ ഭാഗ്യം. അപ്പൊ നമ്മള് എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെ എല്ലാവർക്കും ഒരു വാതിൽ തുറക്കാൻ. നമസ്കാരം. ഞാനിതുപോലെ കഴിഞ്ഞ മാസം ഇതേപോലെ ഒരു കൂടുതലുകൂടി, അതായത് ഞങ്ങൾ ഡോൺ ബോസ്കോയിലത്തെ ആൾക്കാർ 47 കൊല്ലം, സുല്ലജിപ്പുറേ 47 കൊല്ലം ഞങ്ങൾ കൂടുതലുകൂടി. അന്നിട്ട് വ്യത്യാസം എന്താണെന്ന് അറിയോ, ഈ പ്രകൃതി അവസാനമായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ മുന്നിലാണ് കൂടിയത്. അപ്പൊ അടിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ പാസ്ഡ് ഔട്ട് ഫ്രം ദിസ് ആൻഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് പോയി കന്നഡയിൽ പോയി. അപ്പൊ അന്നേരം അടിക്കും. കന്നഡയ്ക്ക് അടിക്കാൻ ചെയ്ത 7 ഡോക്ടർമാരുണ്ട്. ഇതൊക്കെ ന്യൂറോളാണ്. ന്യൂറോ സർജൻ, ഫിസിഷ്യൻ, ചൈൽഡ് ന്യൂറോ അങ്ങനെ കുറേ ഉണ്ട്. ഒരു ചൈൽഡ് പീഡിയാട്രിക്. അപ്പൊ ഞാൻ നല്ല അടിച്ചു. ഇന്നിപ്പോ അങ്ങനെ ആരും അടിച്ചില്ല. പിന്നെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ എന്തായാലും കാണിക്കാവില്ലായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു ക്രിട്ടിക്കൽ ICUല്, അതായത് എന്റെ ഈ ബോധം പോയി, ക്രാഷ് ആവുന്ന പറയും. കാരണം ബൈക്കിൽ എന്തോ ഒരു സാധനം ഈ പിത്തസഞ്ചിയിൽ കല്ല് വന്നിട്ട് സെപ്റ്റിക്കായി ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ അന്ന് ഈ എല്ലാ പരിപാടിയും എന്തായിരുന്നു കൂടിയത്. എനിക്ക് പോലീസ് ദിസ് ഞാൻ പെട്ടെന്ന് പറയാം. എന്തായാലും എന്നെ ഇങ്ങോട്ട് വഴി കാണിച്ച് പീറ്റർ ഒരു കാര്യം പറഞ്ഞു. അത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അത് നീ വിഷമിക്കണ്ട, അതിന് ജോലിയൊക്കെ പ്രശ്നമല്ലേ, ITC എന്ത് ജോലി ഇടുന്നു. ഞാൻ പറഞ്ഞത് ശമ്പളം കിട്ടില്ല. ITC കയറി. എന്തുകൊണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി, ഞാൻ ഒരുപാട് ജോലികളുണ്ട്, പഠിപ്പിക്കലാണ്. പക്ഷെ അത് ദോഷമുണ്ട്. വീട്ടിൽ പഠിക്കാൻ പോയ ഭാര്യയും പിള്ളേരും ഇടയിൽ. അപ്പോ ഞാൻ കരുതി കുട്ടി പഠിപ്പിക്കാതിരിക്കണം.
പഠിപ്പിക്കല് എന്നോട് പലരും ചോദിച്ചു. ഞാൻ ഫോണിൽ കൂടെ മാത്രം സംസാരിക്കുന്നു. ആപ്പ് പ്രൊഫസർ ആയിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അങ്ങനൊരു നേച്ചറുണ്ട്. എനിവേ ഞാനിവിടെ കയറി ഞാൻ അപ്പോൾ കൊണ്ടെത്തുകൊണ്ട് അപേക്ഷിക്കൽ കുറവാണ്. അങ്ങനെ ആരോ കൊണ്ടുവന്നൊരു അപ്ലിക്കേഷൻ റെയിൽവേയുടെ അപേക്ഷിച്ചു. എനിക്ക് ഓർമ്മ ഞാൻ അപേക്ഷിച്ചു കിട്ടിയെന്ന് മാത്രമല്ല പിന്നെ അപേക്ഷ കിട്ടി. അപേക്ഷ കിട്ടിയപ്പോൾ നാട്ടിൽ വരാൻ വലിയ പ്രാർത്ഥന. ഞാൻ തിരിച്ച് പോരാൻ വേണ്ടി എനിക്ക് ബാക്കി വെച്ചിട്ട് ഇംഗ്ലീഷ് നമുക്ക് അറിയാം. അപ്പൊ ഞാൻ അതിനൊരു പിന്നെ ട്രെയിനിങ് വന്നിട്ട് ഒരാളുടെ കളക്ഷൻ പൊതുവായ സ്ഥാനത്ത് പോകാൻ വെച്ചാൽ ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പോവാം. അത് വെച്ച് ഞാൻ കോട്ട് ചെയ്തു. അവർ 2 കൊല്ലം ട്രെയിനിങ്ങിന് ഫീസ് ഇറങ്ങണമെങ്കിൽ ഏകദേശം 10-40,000 അന്നുണ്ട്, 40-30 ഉണ്ട്. അത് വെച്ച് അപ്പോഴേക്കും എനിക്ക് പോകാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ എനിക്ക് കിട്ടിയ ജോലി ഒരു ക്രെയിൻ ഓപ്പറേറ്റർ. ആ ക്രെയിൻ ഓപ്പറേറ്റർ ക്വാളിഫിക്കേഷൻ വേണം. ജർമ്മൻ ട്രെയിനാണ്. എനിക്ക് പൊക്കം ഇന്നും പേടി അന്നും പേടി. ഇത് ചെയ്യുന്നതല്ല അവിടെ രാജ്യം വെച്ചു പോയി. അല്ലെങ്കിൽ അവിടെ പോയിനെ. എന്തായാലും ആ ക്രെയിൻ എടുത്താലല്ലേ അവസരം. കാരണം ആ ക്രെയിൻ രാജ്യത്ത് പറഞ്ഞ ആളായിട്ട് വേണ്ടി സ്പെഷ്യൽ എടുത്തതാണ്. അപ്പൊ അവരുടെ ഒരു കുഴപ്പമായും പ്രൊമോഷൻ ഇല്ല. കാരണം ഈ ക്രെയിൻ തന്നെ അവന് ചെയ്യണം. ഇലക്ട്രോണിക് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇനി ഒന്ന് പറയും യു ആർ റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. പക്ഷേ എഴുതി കൊടുക്കില്ലാണ്. അങ്ങനെ എന്തുകൊണ്ടോ ആ ക്രെയിനിന്റെ മെയിൻ്റനൻസ് ഓപ്പറേഷൻ അത് മെയിൻ്റനൻസ് ആയി. പിന്നെ എൻ്റെ മാനേജറായി എന്തായാലും അത് കഴിഞ്ഞു. പിന്നെ എൻ്റെ എഫീസിയിൽ നല്ല ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നുമില്ല. വളരെ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു. പക്ഷെ എല്ലാം നല്ലതായിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പ്രാക്ടീസിൽ ജോലി ചെയ്യുമ്പോൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ ഭാര്യയുടെ അനിയത്തിനെ കഴിച്ചത്. അത് അമ്മാവൻ തന്നെ കഴിച്ചത്. അതൊരു പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യനാണ്. പുറത്ത് വന്നപ്പോൾ ആള് അമ്മാനോട് തോമസ് അച്ഛൻ എൻ്റെ അമ്മ തോമസ് അമ്മാനോട് പറയാം എൻ്റെ പെങ്ങളുടെ മോണ്ട് ആൾ ഭയങ്കര നിൽക്കണം ജോലി ഇല്ലാന്നുള്ളൂ. അത് പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഫാദർ ഗ്രാൻഡ് ഫാദർ ഒരു ഭയങ്കര പൊടിച്ചനായിരുന്നു. ആ കല്യാണിങ്ങളുടെ മുക്കാല ആളുടെ ചെയ്തു. ആ പുള്ളി അപ്പൊ എൻ്റെ അപ്പനാണ് അപ്പനെ കുറെ പരിപാടി കഴിഞ്ഞിട്ട് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സ് തുടങ്ങി 2012 തിരിച്ചു വന്നു. ഇപ്പൊ അക്ഷയായിട്ട് കുട്ടികളുടെ അക്ഷയ ഞാനും വൈഫും അവിടെയാണ്. അവിടെ തിരിച്ച് നടത്തണം. കുട്ടികൾ 2 പേരുണ്ട്. 2 പെൺകുട്ടികളാണ്. മൂത്തോടെ കഴിഞ്ഞപ്പോൾ CA ഇന്റർ എക്സാം കഴിഞ്ഞിരിക്കണം. രണ്ടാമതോടെ MSc പഠിക്കണം 2ാം വർഷം. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. വിൽസൺ കുറെ കാലം തൃശ്ശൂര് കട നടത്തിയിരുന്നു. അതൊന്നും വിൽസൺ പറയുന്നില്ല. തൃശ്ശൂരിന്റെ കട തൃശ്ശൂര് അതെ. ഇനി അത് കൂടെ ആൾ കട നടത്തിയിരുന്നത് എന്തിന്റെ കട ആയിരുന്നു? ടെക്സ്റ്റൈലാ, റെഡിമെയ്ഡ് കട. അതാണ് എന്റെ കൂടെ തൃശ്ശൂര് കുറച്ചാൾ കട നടത്തിയിരുന്നു. എവിടെ? അതെന്താ പിന്നെ കളഞ്ഞെന്തേ? വാടക കൂടുന്നുണ്ട്. വാടകയും സെയിലും വെച്ച് നോക്കുമ്പോ ശരിയാവില്ലല്ലേ? സെയിലുണ്ട്, പക്ഷേ ഭയങ്കര വാടക. ഡെയിലി 750 രൂപ. ഈ എല്ലാവർക്കും അറിയോന്നറിയില്ല, വിൻസൻ നമ്മുടെ ടീമില് ഗോകുമാർ ബോർഡിലെ ഡ്രോയിങ്ങും വിൻസൻ പേപ്പറിലെ ഡ്രോയിങ്ങിന്റെ എക്സ്പെർട്സ് ആയിരുന്നു. വിൻസന്റെ ഷീറ്റിലെ ഡ്രോയിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഞാൻ ഷാജു ഒക്കെ ഇവനെ കൊണ്ട് വരപ്പിക്കും. പ്രത്യേകിച്ച് ഡ്രോയിങ് നമ്മുടെ ഷീറ്റിൽ വരച്ചു കൊടുക്കേണ്ടത് ഒരു ബ്ലാക്ക് ഷെയ്ഡിങ് ഉണ്ട്. ഈ HB പെൻസിൽ വെച്ച് ഷെയ്ഡിങ് അഗ്രകണ്ണിന ഇപ്പൊ ഉണ്ടാ ചെയ്യാറുണ്ട്, പെയിന്റ് ചെയ്യാറുണ്ട്. ആ നമ്മളും അക്ഷര ടിക്കറ്റ് എടുക്കണം. പള്ളി കഴിഞ്ഞിട്ട് മേലൂര് ചെയ്യേണ്ട ആളിയാണ്. പള്ളി കഴിഞ്ഞിട്ടുള്ള ആരും വളവില്ല. അവളെ അക്ഷയ കേന്ദ്ര അല്ല, ഞാൻ പറഞ്ഞു തരാല്ലേ, എനിക്ക് ഒരു അത്യാവശ്യം വന്നു. ഞാൻ വിൽസനെ വിളിച്ചു. കാര്യം നടന്നോന്ന് വെച്ചാൽ നടന്നില്ല, പക്ഷെ എന്നാലും വിൽസൺ ചെയ്യാവുന്നൊക്കെ ചെയ്തു തന്നു.
എനിക്ക് എൻ്റെ മകള് ഒറ്റ പെൺകുട്ടിയാണ്. അപ്പൊ ഗവൺമെന്റ് സ്കോളർഷിപ്പ് കിട്ടും PGക്ക് 35,000 രൂപ കിട്ടും ഒരു കൊല്ലത്തില്. നല്ല എമൗണ്ട് ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഗവൺമെന്റ് സൂത്രങ്ങളാണോ അതോ അങ്ങനെ വന്നു ചേരണോ അറിയാം. സൈറ്റ് ജമ്പം ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോ ഞാൻ വിൽസനെ വിളിച്ച് പറഞ്ഞു. വിൽസൺ ചെയ്യാവുന്നതൊക്കെ ചെയ്തു, രജിസ്ട്രേഷൻ വരെ ചെയ്തു തന്നു. പക്ഷെ അവസാനം വന്നപ്പോ സൈറ്റിൽ എഴുതി കാണിക്കാണ് ഈ ആള് ഇതിന് എലിജിബിൾ അല്ലാതെ. എന്ത് ചെയ്യും? ആ അവസ്ഥയിൽ പോയി. അപ്പൊ എനിക്ക് സഹായം വിൽസണിലുണ്ട്. അത് അറ്റ്ലീസ്റ്റ് രജിസ്ട്രേഷൻ നടന്നു കിട്ടും. ചിലപ്പോ പക്ഷെ അടുത്ത വർഷം ശ്രമിക്കാൻ പറ്റില്ല. 2 കൊല്ലം ഒറ്റ പെൺകുട്ടിക്ക് PGക്ക് പഠിക്കുമ്പോ ഒരു 35,000 രൂപ സ്കോളർഷിപ്പ്, ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ്. പക്ഷെ ഇത്തവണ അത് കിട്ടിയില്ല. അടുത്ത തവണ ട്രൈ ചെയ്യാം. എന്തായാലും രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വിസ വഴി. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അടിത്തറയിട്ട സുനില് അവസാനമായിട്ട് സംസാരിക്കണം. എന്നെ പറ്റി ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടും 85 നമ്മുടെ IT കഴിഞ്ഞ് ഞാൻ 83 to 85 നമ്മുടെ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 മാസത്തോളം ഞാനിവിടെ വയറിങ്ങിൽ പോയി. അത് നമ്മുടെ ബാബുവിൻ്റെ ആശാൻ തന്നെയായിരുന്നു. എൻ്റെ ആശാൻ നമ്മുടെ ആൻഡ്രോയിഡ്. അപ്പോൾ അങ്ങനെ വയറിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 87 ഇവിടെ ഹോളി ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു പുലിപ്പാറയിൽ. അവിടെ 87 ഏപ്രിലിൽ ഞാൻ ജോയിൻ ചെയ്യണത്. അവിടെ 93 സെപ്റ്റംബർ വരെ ആ കമ്പനി ഉണ്ടായിരുന്നു. ഒരു 6 വർഷത്തോളം അവിടെ ടെക്നീഷ്യനായിട്ട്, ഇൻക്ലൂഡിങ് കംപ്രസേഴ്സ്, ജനറേറ്ററുകൾ, ബോയിലർ, പിന്നെ പാനൽ ബോർഡിൻ്റെ, അതായത് ഒരു യൂട്ടിലിറ്റി അവിടെ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു. 93 അത് ലോക്കൗട്ടായി. 94 ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത്. 94 ഏപ്രിലിൽ. അപ്പോൾ അവിടെ ബോംബെയിൽ നിന്നാണ് ഞാൻ സെലക്ഷനായിട്ട് പോയത്. പ്രൊഡക്ഷൻ പ്ലാനിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് 26 വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2020 ജൂലൈ 15 ഞാൻ നാട്ടിൽ വന്നു. ഇപ്പം നാട്ടിൽ സ്ഥിരമുണ്ട്. 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേശ്ശെ കൃഷിയും കാര്യങ്ങളായിട്ട് നാട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ വീട് വലപ്പാടാണ്. ഭാര്യ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറായിരുന്നു. പിന്നെ 2002 മുതൽ ഞാനവിടെ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായത് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷം. അപ്പോൾ കുട്ടികളിപ്പോൾ എൻ്റെ ഫസ്റ്റ് മോൻ BCom ഫസ്റ്റ് ഇയർ സെന്തമാസിൽ, തൃശ്ശൂർ സെന്തമാസിൽ പഠിക്കണം. രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യ അവിടെ 12 വർഷം അവിടെ സ്കൂൾ ടീച്ചറായിട്ട് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അവരെ 2013 എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെ നാട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഞാൻ 2020 ഞാൻ നാട്ടിൽ. അങ്ങനെ 26 ഇവിടെ 7 വർഷം, 33 വർഷം നമ്മുടെ സെയിം ഫീൽഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് ഞാൻ ഒരു 20 വർഷം മാറി നിന്നു. പിന്നെ സെയിൽസ് ആൻഡ് സർവീസ് ആയിരുന്നു. എനിക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് തന്നെ, നമ്മുടെ ഇത്രയാണ് എൻ്റെ ITCയിൽ പോയിട്ടുള്ള പീരീഡ്. പിന്നെ സൗദിയിൽ ഞാൻ ദമാമിലായിരുന്നു. ദമാമിൽ തന്നെയായിരുന്നു 26 വർഷം. 3 കമ്പനിയിൽ സൗദിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഓരോ കമ്പനിയിൽ 20 വർഷം കംപ്ലീറ്റ്. എന്ത് ഞാൻ 94 ഏപ്രിൽ 28 സൗദിയിലെത്തണത്. ഇത് 93 സെപ്റ്റംബർ 13 ഇവിടെ നാട്ടിലെ കമ്പനി ലോക്കൗട്ടായി. അത് ലോക്കൗട്ടായി ബോംബെയിൽ ഞാൻ ഒരു ജനുവരി 19 ഇതൊക്കെ ഓർമ്മയില്ല. മധുര കോഴ്സ് ബന്ധപ്പെട്ടവർക്ക് വേണമെങ്കിൽ മധുര കോഴ്സ് തുറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ജനുവരി 19 തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഇവിടെ നിന്ന് പോകണം. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന പോയി എൻ്റെ ലഗേജും കൊണ്ട്. അതാണ് എനിക്ക് അത്ര ഓർമ്മ. ഞാൻ പറയുന്നൊന്നും ഇതുകൊണ്ട് പൊക്കേണ്ട. അങ്ങനെയാണ് 26 വർഷം നാട്ടിലുണ്ട്. ഒരു ചിന്ത എനിക്ക് വന്നത്, ഞാൻ പോരുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടാണ്. ആ സമയത്താണ് ഞാൻ വിസാറ വന്ന് മിഡിൽ ഈസ്റ്റ് ബാറ്ററിയിൽ കാണുന്നത്. മിഡിൽ ഈസ്റ്റ് ബാറ്ററിയിൽ ഞങ്ങളുടെ കമ്പനിയുടെ അവിടെ ഒരു ഇൻഡസ്ട്രി തന്നെ ഞാനിവിടെ ആളൂർ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഒരു സാറും കൂടി അവിടെ വന്നിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഷമി സാർ അവിടെ വരുന്നത്. നമ്മുടെ മാത്തുണ്ണി
CR മാത്രം. അപ്പൊ അവരുടെ അതിൽ നിന്നാണ് അവിടെ സംഘാവ് വരുന്നത് ഞാൻ അറിയാം. അപ്പൊ അങ്ങനെ ഒരു സൈറ്റിൽ നിന്ന് ഒരു സൈറ്റിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നിയർ ടു 100 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ കുറച്ച് നേരം ഇരുന്ന് പുറത്തേക്ക് എത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മകൾ ഇങ്ങനെ കുറയുന്നുണ്ട്. അപ്പൊ സൗദിയിലെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാല് ഒരു കണക്കിൽ പറഞ്ഞാൽ സേഫാ. പക്ഷെ ട്രാക്ക് മാറരുതെന്ന് മാത്രമല്ല, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് ചിന്തകൾ ഇങ്ങനെ പോകും. ഞാൻ ലെസ് ദാൻ 120 പോവാറില്ല. ഇല്ല, അത്ര തിരക്കായിട്ട് ഞാൻ പോവാറില്ല. വണ്ടി ഓടിക്കാതെ സർവീസ് ടെക്നീഷ്യൻ സർവീസിൽ അവിടെ പണിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ സൈറ്റുകൾ മാറി മാറിക്കൊണ്ടേ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളികേരങ്ങഴി മണ്ണുണ്ട്, ഒരു നാളികേരങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പൂലയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാളികേരങ്ങഴി മണ്ണുണ്ട്, ഒരു നാളികേരങ്ങഴി മണ്ണുണ്ട്. നോമ്പുന്നെ കാത്തിരിക്കും വാഴപ്പൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പുന്നെ കാത്തിരിക്കും വാഴപ്പൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടൂളി കണ്ണുള്ള പെണ്ണുണ്ട്. ചാമ്പക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടൂളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു നാളികേരങ്ങഴി മണ്ണുണ്ട്, ഒരു നാളികേരങ്ങഴി മണ്ണുണ്ട്. വലിയ പെരുന്നാള് വന്നപ്പോൾ ഇന്നാള് വെള്ളിനിലാവുള്ള രാത്രി. വലിയ പെരുന്നാള് വന്നപ്പോൾ ഇന്നാള് വെള്ളിനിലാവുള്ള രാത്രി. കല്ലുവെട്ടാൻ കോഴിക്കക്കരെ നിന്നൊന്നു ഉള്ളു തുറന്നതിന് ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു നാളികേരങ്ങഴി മണ്ണുണ്ട്, ഒരു നാളികേരങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലേക്കൊരു നാളികേരങ്ങഴി മണ്ണുണ്ട്, ഒരു നാളികേരങ്ങഴി മണ്ണുണ്ട്. ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. अरे मेरी जीत तेरी हार मेरी हार, सुन ऐ मेरे यार. तेरा गम मेरी जान तेरी जान, ऐसा अपना प्यार. जान पे भी खेलेंगे, तेरे लिए ले लेंगे. जान पे भी खेलेंगे, तेरे लिए ले लेंगे सबसे दुश्मनी. ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे हम मगर तेरा साथ ना छोड़ेंगे.
लोगों को आते हैं तो नजर, हम मगर देखो तो नहीं। अरे हो जुदा या खफा ए खुदा, है दुआ ऐसा हो नहीं। खाना पीना साथ है, मरना जीना साथ है। खाना पीना साथ है, मरना जीना साथ है, सारी जिंदगी ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे। ये दोस्ती हम नहीं तोड़ेंगे, तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे।